നമ്മുടെ ഈ ഫൈനൽ തീസിസ് ആണ് അത്ര ഒട്ടും ഒരു ഈസി ടാസ്ക് അല്ലായിരുന്നു. ഫൈനൽ ഓസ്കിയുടെ പ്രാക്ടിക്കലാണെന്ന് എൻ്റെ ദൈവമേ ടെൻഷൻ അടിച്ച് ഞാനൊക്കെ ചത്തുപോയി എന്ന് വിചാരിച്ചു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് അവരിത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ മൈക്കും ക്യാമറ എല്ലാം അതിനകത്ത് ഇൻബിൽഡ് ആണ്. അതുപോലെ തന്നെ ടൈമർ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു വലിയ മിററുണ്ട്. ആ മിററിൻ്റെ ബാക്കിലാണ് നമ്മളെ നോക്കുന്ന സൂപ്പർവൈസർ. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് സീൻ വരും. അത് നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഫെയിലിംഗ് ഗ്രേഡ് നമ്മുടെ നേരത്തെ സെമസ്റ്റേഴ്സിൽ എന്തെങ്കിലും ഉണ്ട്, നമ്മളത് വിട്ടുപോയിട്ട് അല്ലെ മൈൻഡ് ചെയ്യാണ്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ അതും പണി കിട്ടും. അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മൾ മാത്രമുള്ള ഇന്ത്യക്കാരായിട്ട് നമ്മുടെ കൂടെ ഉള്ളവരെന്നൊക്കെ പറഞ്ഞാൽ ബാക്കിയുള്ളവരായി ബ്ലിങ്ക് ചെയ്യും. എല്ലാം ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യുന്നു എല്ലാം ചെയ്യും. ആ സാധനത്തെ കാണുമ്പോൾ നമുക്ക് ഒന്നും കൂടെ പേടിയുണ്ട്. മനുഷ്യനാണെങ്കിൽ ഇത്രയും പേടി നമുക്ക് വരത്തില്ല. ഇഷ്ടപ്പെട്ടെന്ന് എഴുതാന്ന് പറഞ്ഞു. പിന്നെ നമുക്കത് എഴുതി തുടങ്ങിയപ്പോൾ തോന്നി ദൈവമേ പൈസ കൊടുത്ത് മേടിച്ചാൽ മതി എന്ന് വരെ തോന്നിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടുത്തെ സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ് നമ്മളെ ഫെയിലാക്കും. പിന്നെ ഒന്നുമില്ല, ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പോലും നമുക്ക് സമ്മതിക്കുന്നില്ലായിരുന്നു. രാവിലെ ഇരുന്ന് കഴിഞ്ഞാൽ രാവിലെ എന്തെങ്കിലും കഴിക്കും, രാത്രി സ്ട്രേറ്റ് ഒരു 9-10 മണി വരെ ആ ഇരിപ്പ് അങ്ങനെ ഇരിക്കും. ഇത് കഴിഞ്ഞില്ല, അടുത്ത സാധനം അല്ലെങ്കിൽ പണി ഞാൻ തന്നോണ്ടിരിക്കുന്നതാണ്. അടുത്ത പണി അടുത്തത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമ്മൾ പോയിട്ട് യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടറിലായിരുന്നു നമ്മളെല്ലാവരും ചെയ്തത്. കിട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തിയറി കഴിഞ്ഞാൽ തൊട്ട് പിറ്റേന്ന് തന്നെയായിരുന്നു പ്രാക്ടിക്കൽ. കാരണം ഞാൻ അതിലൊക്കെ സെയിം ഗ്രൂപ്പില്ല. നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം എങ്ങനെയാണ് ഒരു ഓസ്കി പ്രാക്ടിക്കൽ നമ്മൾ ചെയ്യുന്നതെന്ന്. എസ്പെഷ്യലി നമ്മൾ യു കെന്നും അയർലൻഡിലൊക്കെ വരുന്ന നാട്ടിലുള്ള നേഴ്സുമാർക്ക് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും. ഇന്ന സ്റ്റേഷൻസ് ഉണ്ട്. മിററിൽ കൂടെ എല്ലാം കാണാൻ 4-5 സൈഡ് ചുറ്റും ക്യാമറയും ഓഡിയോയും എല്ലാം ഉണ്ട്. അതാണ് പറയാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രൊസീജിയർ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഗ്രേഡ് സിസ്റ്റം ഇങ്ങനെയാണ്. നമ്മളെ നാട്ടിൽ A+B+ പറയത്തില്ലേ. ഇപ്പോൾ 5 ആണ് ഇവിടുത്തെ ഹയസ്റ്റ് സ്കോർ. ഇഷ്ടം കൊണ്ടാണല്ല, ചെയ്യാൻ അറിയാഞ്ഞിട്ടല്ല. ഇത് ഈ നീഡിൽ കയ്യിൽ കൊണ്ടു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പേര് ഫെയിലായി വന്നു സൈറ്റ് വന്നത്. ഒരു ഹെൽപ്പ് വിത്തൗട്ട് എനി ഹെൽപ്പ് നമ്മൾ ഇത്രയും ഇതാക്കി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ തേസിസ്, നമ്മുടെ തിയറി, നമ്മുടെ ഓസ്കി പ്രാക്ടിക്കൽ. അറിയാമല്ലോ യൂറോപ്യൻ മെഡിക്കൽ സ്റ്റാൻഡേർഡും നമ്മുടെ നാട്ടിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും കേൾക്കാം.